ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഞാൻ നേരെ ലിവിങ് റൂമിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന് പിന്നെ എണീറ്റ് വന്ന് കിച്ചണിൽ കയറി. ക്രിസ്മസ് ആകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ. സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിയപ്പം. അതെൻ്റെ അച്ഛമ്മ മുതൽ ഉള്ള ആൾക്കാരുടെ ഒരു തിയറിയാണ്. ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പാർട്ടിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലുള്ള ഒരു ചീസ് ഡിപ്പായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ ഓണത്തപ്പൻ്റെ ഷേപ്പായി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ റെഡിയായി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങളുടെ ഇത്തവണത്തെ ക്രിസ്മസ് പാർട്ടിയുടെ ഹോസ്റ്റുകൾ ഒരു എസ്തറ്റിക് കപ്പിളാണ്. അവരുടെ വീട് ഫുള്ളി എസ്തറ്റിക്കലി ഡെക്കറേറ്റഡ് ആണ്. അതുപോലെ ആ ടേബിളും. അപ്പോൾ എൻ്റെ സാധനം കൂടെ അതിനകത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇത്തവണ സിമ്പിളായിട്ട് സ്റ്റോർ ബോട്ട് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കൂടുതൽ പ്രിഫർ ചെയ്തത്. അല്ലെങ്കിൽ എപ്പോഴും നമ്മളും കിച്ചണിൽ തന്നെ ആയി പോവില്ലേ. എന്ന് വെച്ച് സാധനങ്ങളുടെ എണ്ണത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. കൂടുതലാണെങ്കിലേ ഉള്ളൂ. ഞങ്ങളുടെ പ്ലാൻ ടേബിൾ ആപ്പറ്റൈസേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് മെയിൻ കോഴ്സ് പിന്നെ ചൂടാക്കാമെന്നാണ്. മെയിൻ കോഴ്സ് ശരിക്കും ഞങ്ങൾക്ക് ചൂടാക്കണ്ടേ വന്നില്ല. കണ്ടോ എല്ലാവരും എക്സ്പ്രഷൻ ഇട്ട് തകർക്കണത്. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് പാട്ടൊക്കെ വെച്ച് കുറച്ച് നേരം എൻജോയ് ചെയ്തു. പിന്നെ എന്ത് പരിപാടി നടന്നാലും ഫോട്ടോഷൂട്ട് മുഖ്യം ബിഗിലേ. ഞങ്ങൾ നിറയെ ഫോട്ടോസും എല്ലാം എടുത്തു. പിന്നെയാണ് അടുത്ത മെയിൻ സെക്ഷനിലേക്ക് ഞങ്ങൾ കടന്നത്. ഞങ്ങളുടെ ഗെയിമിംഗ് സെക്ഷൻ. ഞങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ നോക്കി ഒരുപാട് ഗെയിംസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആകെ 2 ഞങ്ങൾ കളിച്ചോളൂ. കാരണം എല്ലാവരും തളർന്നു പോയി 2 കളിച്ചപ്പോഴത്തേക്കും. നമ്മൾ വീടും നാടും വിട്ട് വേറൊരു നാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ നമുക്ക് സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കാനും കുറച്ച് ആളുകൾ ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്.